ഒരു ഉമ്മാന്റെ വയറ്റില് ഒരു കുഞ്ഞ് വളരുമ്പം അതിന്റെ 40ാമത്തെ ദിവസം വന്നിട്ട് മലക്കുകള് അതിന് റൂഹ് ഊതുന്നുണ്ട്. അപ്പം 4 കാര്യങ്ങളാണ് അതിൽ എഴുതപ്പെടുന്നത്. ഒന്ന് അതിന്റെ ഉപജീവനം, രണ്ടാമത്തത് അതിന്റെ ആയുസ്സ്, മൂന്നാമത്തത് അതിന്റെ കർമ്മങ്ങള്, നാലാമത് എഴുതുന്നത് അതിന്റെ സുഖദുഃഖങ്ങളാണ്. ഇത് നമുക്കൊക്കെ വിശ്വസിക്കാൻ വലിയ പ്രയാസാണ്. ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം അല്ലേ? പക്ഷെ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു DNA-യില്, അതായത് ഒരു DNA എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്ററിന്റെ 10 ലക്ഷത്തിൽ ഒരു അംശമാണ് ഒരു DNA. ആ ഒരു DNA-യില് ആ മനുഷ്യന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു DNA-യിലുള്ള ഡാറ്റാസ് എഴുതാന് ഏകദേശം 70 മീറ്റർ വലിപ്പമുള്ള ഒരു പുസ്തകം വേണമെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ എളുപ്പാ. ശാസ്ത്രം അങ്ങനെ പറയുന്നു. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം അത് വിശ്വസിക്കാൻ എല്ലാവർക്കും പ്രയാസാ. അള്ളാഹുവിന്റെ ഖദർ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ ചെയ്യാനുള്ളത്, അതാണ് ചിന്തിക്കുന്നത്. പക്ഷെ അള്ളാഹു ഖദറിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കർമ്മങ്ങൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതല്ലേ ആദ്യം എഴുതപ്പെട്ടത്. അതിലൂടെ നമ്മളല്ലേ നമ്മളെ വിധി ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്, അല്ലേ?